ശ്രേണികളെ കുറിച്ചാണ്. അപ്പൊ നിങ്ങൾ ആ പ്രോബ്ലം ഒക്കെ ചെയ്തിട്ടുണ്ടാവും തന്നെ വിശ്വസിക്കുന്നു, ചെയ്ത് പഠിക്കുക. അപ്പൊ ഇന്ന് നമ്മൾ പോകുന്നത് എന്തിലേക്കാണ്? ഓൾജിബ്ര ഓഫ് സീക്വൻസ് അല്ലെങ്കിൽ ശ്രേണികളുടെ ബീജഗണിത രൂപത്തിലേക്കാണ്. അപ്പൊ നമുക്ക് ആദ്യം ഒരു ശ്രേണിയിലേക്ക് പോവാം. അപ്പൊ നമുക്കറിയാം 2, 4, 6, 8 എന്നൊരു നമ്പർ സീക്വൻസ് അല്ലെങ്കിൽ ശ്രേണി നമ്മൾ എടുക്കുകയാണ്. അപ്പൊ ഇതിൽ ഓരോ നമ്പേഴ്സ്, ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 2 ആണ്, സെക്കൻഡ് നമ്പർ 4 ആണ്, 6, 8 ഇങ്ങനെ പോകും. ഈ ശ്രേണിയിലെ ഓരോ നമ്പറിനെയും നമ്മൾ വിളിക്കുന്നത് ടേം എന്നാണ്. ടേം അഥവാ പദം എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഈ നമ്പർ സീക്വൻസിലെ സംഖ്യാശ്രേണിയിലെ ഓരോ നമ്പറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടേം അഥവാ പദം. ഓക്കെ, ഇനി നമ്മളിപ്പോ എന്താ ഓരോ പദത്തിനെയും റെപ്രസെന്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ടേം ആണെങ്കിൽ അതിന് മുമ്പ് ഇതെന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ടേം ആയിരിക്കും, നെക്സ്റ്റ് വൺ സെക്കൻഡ് ടേം, അടുത്തത് തേർഡ് ടേം, ഫോർത്ത് ടേം എന്നിങ്ങനെ പറയുന്നു. അല്ലെങ്കിൽ ഒന്നാം പദം, രണ്ടാം പദം, മൂന്നാം പദം, നാലാം പദം എന്നിങ്ങനെ ആയിരിക്കും പറയുന്നത്. ഇനി ഇത് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യുമെന്ന് നോക്കാം. ഫസ്റ്റ് ടേമിൽ നമ്മൾ എപ്പോഴും റെപ്രസെന്റ് ചെയ്യുന്നത് x1 എന്നാണ്. സെക്കൻഡ് ടേം ആകുമ്പോൾ എന്താവും? x2 എന്നാവും. തേർഡ് വൺ ആണെങ്കിൽ അത് x3 എന്നിങ്ങനെ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ഈ നമ്പർ സീക്വൻസ് എടുത്ത് നോക്കുമ്പോൾ ഇവിടെ x1 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 ആയിരിക്കും. ഇവിടെ x2 എന്ന് പറയുന്നത് 4 ആയിരിക്കും. x3 എന്ന് പറയുന്നത് 6 ആയിരിക്കും. ഇങ്ങനെ ആയിരിക്കും പോവുക. അപ്പോൾ ഇതാണ് നമ്മുടെ നമ്പർ സീക്വൻസിന്റെ ഒരു റെപ്രസെന്റേഷൻ എന്ന് പറയാം. അപ്പോ ഈ ശ്രേണിയിൽ ഇപ്പൊ നമുക്കിപ്പോ ഒരു 20 നമ്പേഴ്സ് ആണ്, 20 ടേംസ് ഉള്ള ഒരു സീക്വൻസ് ആണെങ്കിൽ അതിന്റെ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്തായിരിക്കും? x20 ആയിരിക്കും അല്ലെ? ഇനി 50 ടേംസ് അല്ലെങ്കിൽ 50 പദങ്ങളുള്ള ഒരു നമ്പർ സീക്വൻസ് ആണെങ്കിൽ അതിന്റെ ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ x50 ആയിരിക്കും. ഇങ്ങനെ ആയിരിക്കും നമ്മൾ എഴുതുക. അതായത് ആ ഒരു നമ്പർ സീക്വൻസിന്റെ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് എന്ന് പറഞ്ഞാൽ 20 അല്ലെങ്കിൽ 50 ആയിരിക്കും. ഇനി നമ്മളൊരു നമ്പർ സീക്വൻസ് എടുക്കുകയാണ്. നമ്പർ സീക്വൻസ് x1, x2, x3 എക്സെട്ര നമ്പർ സീക്വൻസ് എടുക്കുകയാണ്. ആ നമ്പർ സീക്വൻസിന്റെ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് n ആണെങ്കിൽ, ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് n ആണെങ്കിൽ അതിന്റെ ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? xn ആയിരിക്കും. സോ നമുക്ക് എഴുതാൻ പറ്റും x1, x2, x3 എക്സെട്ര അപ് ടു xn എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് നമ്പർ സീക്വൻസിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? x1, x2, x3, x4 എക്സെട്ര അപ് ടു xn എന്ന് റെപ്രസെന്റ് ചെയ്യാം. അതായത് n ടേംസ് ഉള്ള നമ്പർ സീക്വൻസിനാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി എന്താണ് ഓൾജിബ്രൈക് ഫോം അല്ലെങ്കിൽ എന്താണ് ബീജഗണിത രൂപം എന്ന് ചോദിച്ചാൽ ഈ നമ്പർ സീക്വൻസിന്റെ x എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഓരോ ശ്രേണിയുടെയും അല്ലെങ്കിൽ നമ്പർ സീക്വൻസിന്റെയും x എന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്കിനി ഓരോ ശ്രേണികളുടേതായിട്ട് എന്ത് കണ്ടുപിടിക്കാം? ഓൾജിബ്രൈക് ഫോം കണ്ടുപിടിക്കാം. അതിനായിട്ട് ഞാൻ ഫസ്റ്റ് എടുക്കുന്നത് നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ് ഓർ എണ്ണൽ സംഖ്യകൾ. ഓക്കെ, നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകൾ. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയാ പോകുന്നത്? 1, 2, 3, 4 എന്നിങ്ങനെയാണല്ലോ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ടേം x1 എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ 1 ആണ്. x2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ആണ്. x3 എന്ന് പറഞ്ഞാൽ അവിടെ 3 ആണ്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? xn ആണ്. അപ്പൊ നിങ്ങൾ നോക്കുക, x1 ആയപ്പോൾ 1, x2 ആയപ്പോൾ 2, x3 ആകുമ്പോൾ 3. സോ xn ആണെങ്കിൽ എന്തായിരിക്കും? n ആയിരിക്കും. അപ്പോൾ എണ്ണൽ സംഖ്യകളുടെ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സിന്റെ ഓൾജിബ്രൈക് ഫോം എന്ന് പറഞ്ഞാൽ ഇതാണ് xn = n. സോ നമുക്ക് അടുത്ത നോക്കാം, ഈവൻ നമ്പേഴ്സ് നോക്കാം. ഓക്കെ, അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ഇരട്ട സംഖ്യകൾ അല്ലെങ്കിൽ ഈവൻ നമ്പേഴ്സിന്റെ ഓൾജിബ്രൈക് ഫോം ആണ്. ഇരട്ട സംഖ്യകളാണെങ്കിൽ ഈവൻ നമ്പേഴ്സ്. ഓക്കെ, അത് നമുക്കറിയാം. ഇരട്ട സംഖ്യകൾ എങ്ങനെ പോകുന്നത്? 2, 4, 6, 8, 10 എന്നിങ്ങനെ ആയിരിക്കുമല്ലോ പോകുന്നത്. സോ ഇവിടുത്തെ x1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആണ് അല്ലെ? x2 എന്ന് പറഞ്ഞാൽ എത്രയാ? 4 ആണ്. നോക്കിക്കേ, x1 = 2. നമുക്ക് അതിനെ എഴുതി 2 × 1 എന്ന് എഴുതാമല്ലോ. 2 × 1. Then x2 = 4. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 2 എന്ന് എഴുതാം. സോ x3 = എത്രയാ? 6 ആണ്. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 3 എന്ന് എഴുതി. സോ അടുത്ത x4 നെ എഴുതാം 8, that is 2 × 4 എന്ന് എഴുതാം. എഴുതാലോ. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? xn ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? xn എന്ന് പറയുമ്പോൾ നോക്കുക, x1 = 2 × 1, x2 ആകുമ്പോൾ 2 × 2, x3 ആകുമ്പോൾ 2 × 3. സോ xn ആകുമ്പോൾ എന്തായിരിക്കും? 2 × n ആയിരിക്കും. അതായത് xn = നമുക്ക് എഴുതാൻ കഴിയും 2n. അതായത് നമ്മുടെ ഇരട്ട സംഖ്യകൾ ഈവൻ നമ്പേഴ്സിന്റെ ഓൾജിബ്രൈക്
equal to 2 എന്ന് നമുക്ക് എന്ത് ചെയ്യാം എഴുതാം. സോ അടുത്ത് നമുക്ക് ഒറ്റ സംഖ്യകൾ നോക്കാം. ഒറ്റ സംഖ്യകൾ അല്ലെങ്കിൽ ഓഡ് നമ്പേഴ്സ്. ഓക്കെ, ഓഡ് നമ്പേഴ്സ് നോക്കുമ്പോൾ നമുക്കറിയാം ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1, 3, 5, 7, 9 എന്നിങ്ങനെയാണ് പോകുന്നത് അല്ലെ. സോ നമുക്ക് ഫസ്റ്റ് വേണ്ടത് x1 ആണ്. x1 is equal to 1 എന്ന് എഴുതാം. Then x2 is equal to എന്താ 3 ആണ്. സോ ഞാൻ ഇതിന്റെ ഓഡ് നമ്പറിനോട് റിലേറ്റ് ചെയ്ത് പറയാം. x1 is equal to 1, അതിന് എനിക്ക് 2 minus 1 എന്ന് എഴുതി. സോ അതുപോലെ x2 is equal to 3 ആണ്. 3 എനിക്ക് എങ്ങനെ എഴുതാം 4 minus 1 എന്ന് എഴുതാം. x3 എന്ന് പറഞ്ഞാൽ 5 ആണ്. 5 എനിക്ക് എഴുതാം 6 minus 1. x4 എന്ന് പറഞ്ഞാൽ 7, അതിന് എഴുതാം 8 minus 1 അല്ലെ. സോ ഇതെന്ന് പറയുന്നത് 2, 4, 6, 8 ഇങ്ങനെയാണ് പോകുന്നത് നമ്മുടെ ഈവൻ നമ്പേഴ്സ്. സോ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് xn ആണ്. സോ ഈ ഈവൻ നമ്പേഴ്സ് ഇങ്ങനെ പോകണമെങ്കിൽ ഈവൻ നമ്പേഴ്സിന്റെ ഓൾജിബ്രായിക്ക് നമ്മൾ ഓൾറെഡി എഴുതി 2n. സോ അപ്പൊ നമുക്ക് എഴുതാം 2n. ദെൻ ബാക്കി എന്താ ഉള്ളത് -1. സോ അപ്പൊ നമുക്ക് എഴുതാം ഒറ്റ സംഖ്യകൾ അല്ലെങ്കിൽ ഓഡ് നമ്പേഴ്സിന്റെ ഓൾജിബ്രായിക്ക് ഫോം എന്ന് പറഞ്ഞാൽ xn is equal to 2n minus 1. ഓക്കെ, അപ്പൊ നമ്മുടെ ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ xn is equal to 2n എന്ന് എഴുതി. ഒറ്റ സംഖ്യകൾ അല്ലെങ്കിൽ ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ xn is equal to 2n minus 1 എന്ന് എഴുതി. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മള് നാച്ചുറൽ നമ്പേഴ്സ്, ഓഡ് നമ്പേഴ്സ്, ഈവൻ നമ്പേഴ്സ് കിട്ടി എന്ന് നോക്കി. ഓൾജിബ്രായിക്ക് ഫോം നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പവേഴ്സ് ഓഫ് 2. പവേഴ്സ് ഓഫ് 2 ആണ് നോക്കാൻ പോകുന്നത്. പവേഴ്സ് ഓഫ് 2 അല്ലെങ്കിൽ രണ്ടിന്റെ കൃതികൾ. രണ്ടിന്റെ കൃതികൾ നോക്കാം. ഓക്കെ, രണ്ടിന്റെ കൃതികൾ എന്ന് പറയുമ്പോൾ എങ്ങനെയാ പോകുന്നത്? ഫസ്റ്റ് എന്ന് പറയുന്നത് 2 raised to 1, 2 raised to 1 എന്നുള്ളതാണ്. സെക്കൻഡ് എന്ന് പറയുന്നത് 2 raised to 2 ആണ്. ദെൻ അടുത്തത് 2 raised to 3, നെക്സ്റ്റ് 2 raised to 4 ഇങ്ങനെയായിരിക്കും പോവാം അല്ലെ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇടാം. x1 എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും 2 raised to 1 ആണ്. x2 എഴുതാൻ പറ്റും 2 raised to 2 ആണ്. x3 എഴുതാം 2 raised to 3 ആണ്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ എക്സെട്ര അപ് ടു xn ആണ് അല്ലെ. അപ്പൊ നോക്കിക്കേ, x1 ആയപ്പോൾ 2 raised to 1 ആയി, x2 ആയപ്പോൾ 2 raised to 2 ആയി, x3 ആയപ്പോൾ 2 raised to 3 ആയി. സോ xn ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം 2 raised to n. അപ്പോ എന്റെ രണ്ടിന്റെ കൃതികളുടെ അല്ലെങ്കിൽ പവേഴ്സ് ഓഫ് 2ന്റെ ഓൾജിബ്രായിക്ക് ഫോം എന്ന് പറഞ്ഞാൽ xn is equal to 2 raised to n. ഇനി അടുത്ത് നമുക്ക് നോക്കാം പവേഴ്സ് ഓഫ് 3, 3ന്റെ കൃതികൾ. നോക്കാം, 3ന്റെ കൃതികൾ പറയുമ്പോൾ ഇതുപോലെ തന്നെയാണല്ലേ. ഫസ്റ്റ് ആകുമ്പോൾ എന്താ പറയുന്നത് 3 raised to 1 ആണ്. നെക്സ്റ്റ് 3 സ്ക്വയർ, 3 ക്യൂബ്, 3 raised to 4, 3 raised to 5 എക്സെട്ര. അപ്പൊ നമുക്ക് നേരത്തെ എഴുതിയ പോലെ തന്നെ എഴുതി നോക്കാം. x1 എന്ന് പറഞ്ഞാൽ 3 raised to 1, x2 equal to 3 square, x3 is equal to 3 cube, x4 is equal to 3 raised to 4 etc. നമുക്ക് എന്താ വേണ്ടത് xn ആണ്. xn is equal to okay, ഫസ്റ്റ് ആയപ്പോൾ 3 raised to 1, സെക്കൻഡ് ആയപ്പോൾ 3 square, x cube ആയപ്പോൾ 3 raised to 3. സോ xn ആവുമ്പോൾ എന്ത് എഴുതാം 3 raised to n. ഓക്കെ, അപ്പൊ നമ്മളിവിടെ നോക്കിയത് ഏതൊക്കെയാണ് പവേഴ്സ് ഓഫ് 2 ആൻഡ് പവേഴ്സ് ഓഫ് 3. സോ രണ്ടിന്റെ കൃതികളുടെ ഓൾജിബ്രായിക്ക് ഫോം അല്ലെങ്കിൽ ബീജഗണിത രൂപം എന്ന് പറയുന്നത് 2 raised to n എന്ന് xn is equal to 2 raised to n എന്ന് ലഭിച്ചു. പവേഴ്സ് ഓഫ് 3 അല്ലെങ്കിൽ 3ന്റെ കൃതികളുടെ ബീജഗണിത രൂപം എന്ന് പറയുന്നത് xn is equal to 3 raised to n എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഓരോ ശ്രേണികളുടെയും അല്ലെങ്കിൽ നമ്പർ സീക്വൻസിന്റെ ഓൾജിബ്രായിക്ക് ഫോം കണ്ടുപിടിക്കുന്നത്. സോ ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യനിലേക്ക് പോകും. ഓക്കെ, അപ്പൊ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പേജ് നമ്പർ 15 പേജ് നമ്പർ 15 നിങ്ങൾ ഓർത്ത് വെക്കാം. പേജ് നമ്പർ 15 ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. ക്വസ്റ്റ്യൻ ആണെന്ന് വായിക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: റൈറ്റ് ദി ഓൾജിബ്രായിക്ക് എക്സ്പ്രഷൻ ഫോർ ഈച്ച് ഓഫ് ദി ഫോളോയിങ് സീക്വൻസ്. ഫസ്റ്റ് വൺ സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്, സെക്കൻഡ് വൺ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലീവ് റിമൈൻഡർ 1 on division by 3, the sequence of natural numbers ending in 1, and the last one the sequence of natural numbers ending in 1 or 6. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം മലയാളത്തില്. ചുവടെ പറയുന്ന സംഖ്യാശ്രേണികൾ ഓരോന്നിന്റെയും ബീജഗണിത രൂപം എഴുതുക. ഫസ്റ്റ് വൺ ഒറ്റ സംഖ്യകളുടെ ശ്രേണി, രണ്ടാമത്തേത് 3 കൊണ്ട് ഹരിച്ചാൽ 1 ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി, ആൻഡ് തേർഡ് വൺ 1-ൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി, നാലാമത്തേത് 1-ലോ 6-ലോ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുക. ഈ വീഡിയോ കാണുന്ന സമയത്ത് ആ ടെക്സ്റ്റ് നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ച് തന്നെ പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന
അതിൽ ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് വേറൊന്നുമല്ല, സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ് ആണ്. അത് നമ്മൾ ഓൾറെഡി തൊട്ട് മുന്നേ പറഞ്ഞതാണ്, നിങ്ങൾക്കത് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. സോ അതിന് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോകുന്നുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് സീക്വൻസ് ഓഫ് natural numbers, sequence of natural numbers, leave remainder 1 on division by 3. Okay, ഇതാണ് നമ്മുടെ ഫസ്റ്റ് സീക്വൻസ്. എന്താണ് നോക്കി? സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലീവ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. അല്ലെങ്കിൽ 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്ന സംഖ്യകളുടെ ശ്രേണി. 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്ന സംഖ്യകളുടെ ശ്രേണിയാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എണ്ണ സംഖ്യകൾ അറിയാലോ, ഏതൊക്കെയാണ്? 1, 2, 3, 4, 5, 6, 7, 8, 9 ഇങ്ങനെയാണ് നമ്മുടെ എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് പോകുന്നത്. ഈ സംഖ്യകളെ എല്ലാം എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക? 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് റിമൈൻഡർ എത്ര വരണം? 1 വരണം അല്ലെ? അപ്പൊ ഫസ്റ്റ് നമുക്ക് 1 നോക്കാം. 1 ഡിവൈഡഡ് ബൈ 3 ആണ് എടുക്കുന്നത് അല്ലെ? 1 നമുക്ക് എന്താണെങ്കില്ല? 3 ആണെങ്കില്ല. സോ റിമൈൻഡർ എത്ര തന്നെ ആയിരിക്കും? 1 തന്നെ ആയിരിക്കും. അപ്പൊ നമ്മുടെ ശ്രേണിയിലെ അല്ലെങ്കിൽ സീക്വൻസിലെ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. അപ്പൊ നമുക്ക് എഴുതാലോ 1. സോ അടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 2നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 എന്താണെങ്കില്ല? 3 ആണെങ്കില്ല. സോ അവിടുത്തെ റിമൈൻഡർ 2 ആണ്. നമുക്ക് റിമൈൻഡർ വരേണ്ടത് എത്രയാണ്? 1 ആണ്. സോ 2 ആ നമ്പർ സീക്വൻസിന് ഇല്ല. തൊട്ടടുത്ത നമ്പർ നോക്കാം 3. 3യെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത റിമൈൻഡർ എന്തായിരിക്കും? 0 ആയിരിക്കും. സോ അത് നമ്മുടെ നമ്പർ സീക്വൻസിന് വരില്ല. നെക്സ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 4 ആണ്. 4നെയും ഞാൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 into 3 is 3. റിമൈൻഡർ എന്ത് വന്നു? 1 വന്നു അല്ലെ? അപ്പൊ അടുത്ത നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? 4 ആണ്. സോ നമുക്ക് എഴുതാം നെക്സ്റ്റ് നമ്പർ ഈസ് 4. സോ അടുത്തത് 5ന് റിമൈൻഡർ നമുക്ക് വരുന്നത് 2 ആണ്. അപ്പൊ 5 ഇല്ല. 6ന് റിമൈൻഡർ 0 ആണ്. 6ഉം ഇല്ല. സോ നെക്സ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 7 ആയിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ സീക്വൻസ് വരിക. 1, 4, 7 എന്നിങ്ങനെയാണ് പോകുന്നത്. സോ അടുത്തടുത്ത ടേം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? 3 ആണ്. സോ അടുത്ത നമ്പർ നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും അല്ലെ? 1, 4, 7. അടുത്ത എത്രയായിരിക്കും? 10 ആയിരിക്കും. തൊട്ടടുത്ത് എത്രയായിരിക്കും? 13. ഇങ്ങനെ ആയിരിക്കും എന്ത് ചെയ്യുക നമ്മുടെ സീക്വൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഈ നമ്പർ സീക്വൻസിന്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ആണ് എഴുതേണ്ടത്. അതായത് നമ്മളിപ്പോ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് എന്താണ്? 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ ആയിട്ട് വരുന്ന നമ്പറിന്റെ സീക്വൻസ് ആണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെ എഴുതാം. ഇവിടെ x1 എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലെ? x2 എന്ന് പറഞ്ഞാൽ 4 ആണ്. x3 എന്ന് പറഞ്ഞാൽ 7, x4 എന്ന് പറഞ്ഞാൽ 10 എന്നിങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, നമുക്ക് ഈ നമ്പേഴ്സ് തമ്മിൽ ഒരു കോമൺ എന്താ പറയുക ബന്ധം കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ഓൾജിബ്രായിക് ഫോം എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഇവിടെ എഴുതാൻ പോകുന്നത് ഇതിനെ ഞാൻ 3 - 2 എന്ന് എഴുതി. അങ്ങനെ എങ്ങനെ എഴുതാം? 3 - 2 എന്ന് എഴുതി. സോ 4നെ ഞാൻ എഴുതുന്നു 6 - 2 എന്ന് എഴുതാം. ഓക്കെ, then x3 7നെ ഞാൻ എഴുതുന്നു is 9 - 2 എന്ന് എഴുതാം. അടുത്ത ഞാൻ എഴുതുന്നു 10 ആവുമ്പോഴത്തേക്ക് ഞാൻ എഴുതുന്നു 12 - 2 എന്ന് എഴുതാം. ഓക്കെ, ഈ നമ്പേഴ്സിന്റെ പ്രത്യേകത എന്താ നോക്കി? 3, 6, 9 ഇങ്ങനെയല്ലേ പോകുന്നത്. അത് എനിക്ക് വീണ്ടും എഴുതാം. 3 ഞാൻ എഴുതുന്നു 1 into 3 - 2. ഓക്കെ, then 6 എന്ന് പറയുമ്പോൾ 2 into 3 - 2. 9 എന്ന് പറയുമ്പോൾ 3 into 3 - 2. Then last 12 എന്ന് പറയുമ്പോൾ 4 into 3 - 2. ഇങ്ങനെയാണ് സീക്വൻസ് പോയിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ ഓൾജിബ്രായിക് ഫോം ആണ് വേണ്ടത്. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? xn ആണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കിക്കേ, x1 ആയപ്പോൾ 1 into 3 - 2 ആണ്. x2 ആയപ്പോൾ 2 into 3 ആയി. x3 ആകുമ്പോൾ 3 into 3 ആയി. അങ്ങനെയാണെങ്കിൽ xn ആകുമ്പോൾ നമുക്ക് എന്താ എഴുതാം? n into 3 - 2 എന്ന് എഴുതാം അല്ലെ? n into 3 - 2. n into 3 നമുക്ക് എന്താ എഴുതാം? 3n - 2 എന്ന് എഴുതാം. അതായത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ വരുന്ന നമ്പേഴ്സിന്റെ സീക്വൻസിന്റെ ഓൾജിബ്രായിക് ഫോം എന്ന് പറയുമ്പോൾ 3n - 2 ആണ്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? നമ്മൾ എന്ത് ചെയ്തു? ഈ നമ്പേഴ്സ് എഴുതി എന്നിട്ട് എന്ത് ചെയ്യാൻ ഒരു കോമൺ ഒരു റിലേഷൻ കണ്ടുപിടിച്ചു അല്ലെ? എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഓൾജിബ്രായിക് ഫോം എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് കണ്ടുപിടിച്ച ഓൾജിബ്രായിക് ഫോമിന്റെ റിലേഷൻ എന്തായിരുന്നു? 3യുടെ മൾട്ടിപ്പിൾസിൽ നിന്ന് 2 മൈനസ് ചെയ്തതാണ് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റി? 3n - 2 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇതാണ് അല്ലെ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ
1. The sequence of natural numbers ending in 1. ഇത് ഒന്നിൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി. ഓക്കെ, നമുക്കറിയാലോ ഒന്നിൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകൾ എന്ന് പറയുമ്പോൾ ആദ്യത്തെ നമ്പർ എന്ന് പറഞ്ഞാൽ ഏതെന്നാണ്? 1. അടുത്തത് ഏതായിരിക്കും? 11. തൊട്ടടുത്തത് 21. നെക്സ്റ്റ് 31, 41 ഇങ്ങനെയായിരിക്കും പോകുന്നത്. ഈ നമ്പേഴ്സിന്റെ ഈ നമ്പർ സീക്വൻസിന്റെ ഓൾജിബ്രായിക് ഫോം ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മൾ നേരത്തെ എഴുതിയ പോലെ ഈ നമ്പേഴ്സ് തമ്മിൽ ഒരു കോമൺ റിലേഷൻ കണ്ടുപിടിക്കണം. സോ നമുക്ക് എഴുതാം. ഫസ്റ്റ് ടേം x1 ഈസ് ഈക്വൽ ടു എന്താണ്? ഇവിടെ 1 ആണ്. x2 ഈസ് ഈക്വൽ ടു എന്താ? 11 ആണ്. x3 ഈക്വൽ ടു 21, x4 ഈസ് ഈക്വൽ ടു 31 ഇങ്ങനെയാണല്ലോ പോകുന്നത്. ഓക്കെ, നമുക്ക് ഇതിന് കോമൺ റിലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതാണ് x1 ഈസ് ഈക്വൽ ടു 1നെ ഞാൻ എഴുതുന്നു 10 മൈനസ് 9 എന്ന് എഴുതി. 10 മൈനസ് 9. അടുത്ത എനിക്ക് എന്തെന്ന് എഴുതാം? 11 എനിക്ക് അതുപോലെ എഴുതാം. 20 മൈനസ് എന്തെന്ന് എഴുതാം? 9 എന്ന് എഴുതാം. അടുത്ത x3 എങ്ങനെ എഴുതാം? 30 മൈനസ് 9 എന്ന് എഴുതാം. അതുപോലെ x4 എങ്ങനെ എഴുതാം? 40 മൈനസ് 9 എന്ന് എഴുതാം. അല്ലേ? ഇനി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതെല്ലാം 10ന്റെ മൾട്ടിപ്പിൾസ് ആണ്, അല്ലെങ്കിൽ 10ന്റെ ഗുണിതങ്ങളാണ്. അതിനെ എങ്ങനെ എഴുതാം? 10 ഗുണം 1 ഇൻറ്റു 1 മൈനസ് 9 എന്ന് എഴുതിക്കൂടെ? അടുത്തത് എന്താ? 10 ഇൻറ്റു 2 മൈനസ് 9. അടുത്ത് 10 ഇൻറ്റു 3 മൈനസ് 9. നെക്സ്റ്റ് 10 ഇൻറ്റു 4 മൈനസ് 9 എന്നിങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. അപ്പൊ നമുക്കിനി ഇത് കണ്ടുപിടിക്കേണ്ട എന്താ? xn ആണ്. അല്ലെ? നമ്മളൊരു കോമൺ റിലേഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അല്ലെ? എന്താ ചെയ്തിരിക്കുന്നത്? 10ന്റെ ഗുണിതങ്ങളിൽ നിന്ന് 9 കുറച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ 9 മൈനസ് ചെയ്തിരിക്കുകയാണ്. സോ എന്ത് എഴുതാം? x1 ആയപ്പോൾ 10 ഇൻറ്റു 1, x2 ആയപ്പോൾ 10 ഇൻറ്റു 2 ഇങ്ങനെയാണ് പോകുന്നത്. അല്ലെങ്കിൽ xn ആണെങ്കിൽ എന്ത് എഴുതാം? 10 ഇൻറ്റു n മൈനസ് 9 എന്ന് എഴുതിക്കൂടെ? 10 ഇൻറ്റു n മൈനസ് 9. അപ്പൊ 10 ഇൻറ്റു n എങ്ങനെ എഴുതാം? 10n മൈനസ് 9 എന്ന് എഴുതാം. അപ്പോ ഒന്നിൽ അവസാനിക്കുന്ന നാച്ചുറൽ നമ്പേഴ്സിൽ ഒന്നിൽ അവസാനിക്കുന്ന നമ്പർ സീക്വൻസിന്റെ ഓൾജിബ്രായിക് ഫോം എന്ന് പറഞ്ഞാൽ 10n മൈനസ് 9 ആണ്. എങ്ങനെ കണ്ടുപിടിച്ചത്? നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഒന്നിൽ അവസാനിക്കുന്ന നമ്പർ സീക്വൻസ് എഴുതി. സോ അത് നമ്മൾ കോമൺ റിലേഷൻ കണ്ടുപിടിച്ചു. അല്ലെ? അതെന്താ ചെയ്തിരിക്കുന്നത്? 10ന്റെ മൾട്ടിപ്പിൾസിൽ നിന്ന് 9 കുറച്ചിരിക്കുകയാണ്. അല്ലെ? സക്സസീവ് ആയിട്ടുള്ള 10ന്റെ മൾട്ടിപ്പിൾസിൽ നിന്ന് 9 കുറച്ചിരിക്കുന്നു. സോ നമുക്ക് എഴുതാൻ പറ്റും xn is equal to 10 into n minus 9. That is 10n minus 9 എന്ന് എഴുതാം. ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. ഇതെല്ലാം പേജ് നമ്പർ 15ലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ സബ് ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അതിലെ ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1 or 6 എന്നാണ് ക്വസ്റ്റ്യൻ. 1ലോ 6ലോ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് 1ലോ 6ലോ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി ആകുമ്പോൾ ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. തൊട്ടടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ 6. then അടുത്തത് ഏത് വരും? 11. നെക്സ്റ്റ് 16, then 21, 26, 31, 36 and so on. ഇങ്ങനെ ആയിരിക്കും എന്ത് ചെയ്യാം? പോവാം. അപ്പൊ ഇതിന് നമ്മൾ എന്ത് ചെയ്യാം? ഒരു കോമൺ റിലേഷൻ കണ്ടുപിടിക്കാം. ഓൾജിബ്രായിക് എക്സ്പ്രഷൻ xn കണ്ടുപിടിക്കാം. അതാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോ x1 is equal to നമുക്ക് എഴുതാം 1, x2 is equal to എഴുതാം 6, x3 is equal to എന്ത് എഴുതാം? 11, x4 is equal to 16 ഇങ്ങനെ എഴുതാം. and x5 is equal to 21 ഇങ്ങനെ എഴുതാമല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ കോമൺ റിലേഷൻ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ കോമൺ റിലേഷൻ എന്ന് പറയുമ്പോൾ x1 is equal to 1. അതിനെ നമുക്ക് എഴുതാം it's 5 minus 4 എന്ന് എഴുതിക്കൂടെ? 5 minus 4 എന്ന് എഴുതാം. x2നെ നമുക്ക് എഴുതാം it's 10 minus 4 എന്ന് എഴുതാം. എന്ന് എഴുതാം 6നെ നമുക്ക് എഴുതാം 10 minus 4 എന്ന് എഴുതാം. അടുത്ത എന്താ എഴുതാം? 11 ആണ്. 11നെ നമുക്ക് അതുപോലെ എഴുതാം it's 15 minus 4 എഴുതാമല്ലോ. നെക്സ്റ്റ് എഴുതാം 16നെ എങ്ങനെ എഴുതാം? 20 minus 4. 21നെ എങ്ങനെ എഴുതാം? 25 minus 4 എന്നിങ്ങനെ എഴുതാൻ പറ്റും. നോക്കിക്കേ, ഈ നമ്പേഴ്സ് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ഓക്കെ, ഇതെന്ന് പറയുന്നത് 5ന്റെ സക്സസീവ് ആയിട്ടുള്ള മൾട്ടിപ്പിൾസ് ആണല്ലേ? 5ന്റെ മൾട്ടിപ്പിൾസ് ആണ് ഈ എഴുതിയിരിക്കുന്നത്. സോ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? x എന്നല്ലേ? നോക്കിക്കേ, x1 ആയപ്പോൾ 5 into 4, 5 minus 4, x2 ആയപ്പോൾ 10 minus 4. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം 1 into 5 minus 4 എന്ന് എഴുതാം, 2 into 5 minus 4 എന്ന് എഴുതാം, നെക്സ്റ്റ് 3 into 5 minus 4 എന്ന് എഴുതാം. അപ്പൊ അതിനെ നമുക്ക് x എന്ന് എങ്ങനെ എഴുതാം? നോക്കിക്കേ, 5ന്റെ മൾട്ടിപ്പിൾസ് ആണ്. സോ നമുക്ക് എഴുതാം n into 5 minus 4, അതായത് 5n minus 4. ഓക്കെ, അതായത് ക്വസ്റ്റ്യൻ ഏതായിരുന്നു? സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്
ending in 1 or 6 ഒന്നിലോ 4ലോ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണിയുടെ ബീജഗണിത രൂപം. ഓക്കെ, നമ്മൾ ആദ്യം ശ്രേണി എഴുതി ഒരു കോമൺ റിലേഷൻ കണ്ടുപിടിച്ചു, ഓൾജിബ്രായിക് എക്സ്പ്രഷനിലേക്ക് വന്നു. ഓക്കെ, ഇവിടെ നമുക്ക് കിട്ടിയത് എന്താ? സക്സസീവ് ആയിട്ടുള്ള 5ന്റെ മൾട്ടിപ്പിൾസിൽ നിന്ന് 4 മൈനസ് ചെയ്തതാണ് അല്ലെ. അപ്പൊ നമുക്ക് എഴുതാൻ പറ്റും 5n - 4 എന്ന് എഴുതാൻ പറ്റും. അപ്പൊ ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലെ 4 സബ് ക്വസ്റ്റ്യൻസ്. അപ്പൊ നിങ്ങളിത് കൃത്യമായിട്ട് തന്നെ ചെയ്ത് നോക്കുക, ചെയ്ത ക്വസ്റ്റ്യൻസ് എഴുതി പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകും. ഓക്കെ, അപ്പൊ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 15ലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഞാൻ ഒന്ന് വായിക്കാം. ഫോർ ദി സീക്വൻസ് ഓഫ് റെഗുലർ പോളിഗൺസ് സ്റ്റാർട്ടിംഗ് വിത്ത് equilateral triangle, write the algebraic expression for the sequence of the sum of inner angles, sum of outer angles, the measure of an inner angle and the measure of an outer angle. അതായത് നമ്മുടെ റെഗുലർ പോളിഗൺസ്, അതായത് ജ്യാമിതീയ രൂപങ്ങളുടെ എന്താ ഏതൊക്കെയാ തുടങ്ങുന്നത്? സമഭുജ ത്രികോണം, സമചതുരം, സമപഞ്ചഭുജം എന്നിങ്ങനെ തുടരുന്ന ജ്യാമിതീയ രൂപങ്ങളുടെ അകക്കോണുകളുടെ തുക, പുറംകോണുകളുടെ തുക, ഒരു അകക്കോൺ, ഒരു പുറംകോൺ, ഇവയുടെ എല്ലാം എന്താ ബീജഗണിത രൂപം എഴുതാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ എന്താ പറയാ, ആദ്യം പറയുന്നത് നമ്മുടെ റെഗുലർ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആകുമ്പോൾ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ, സ്ക്വയർ, പിന്നെ റെഗുലർ പെന്റഗൺ, ഇങ്ങനെയായിരിക്കും പോകുന്നത്. ഓക്കെ, ആൻഡ് റെഗുലർ ഹെക്സഗൺ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ ആദ്യത്തെ കണ്ടുപിടിക്കാനുള്ളത് ഇവയുടെ സം ഓഫ് ഇന്നർ ആംഗിൾസ്, അകക്കോണുകളുടെ തുകയുടെ ശ്രേണിയാണ് എഴുതുന്നത്. അകക്കോണുകളുടെ തുക. ഓക്കെ, അപ്പൊ നമുക്കറിയാം അകക്കോണുകളുടെ തുകയുടെ ശ്രേണി, അകക്കോണുകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ n - 2 × 180 ഡിഗ്രി ആണ്. n - 2 × 180 ഡിഗ്രി എന്നത് പറഞ്ഞാൽ നമ്പർ ഓഫ് സൈഡ്സ് അല്ലെങ്കിൽ വശങ്ങളുടെ എണ്ണമാണ്. അപ്പൊ അത് ഉപയോഗിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സം ഓഫ് ഇന്നർ ആംഗിൾസ് അല്ലെങ്കിൽ അകക്കോണുകളുടെ തുക കണ്ടുപിടിക്കാൻ കഴിയും. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമുണ്ട്, ട്രയാങ്കിളിന്റെ അതൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയാലും അല്ലെങ്കിൽ ഒരു സമഭുജ ത്രികോണത്തിന്റെ കോണുകളുടെ തുക എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാണ്. അപ്പൊ അതുപോലെ തന്നെ സ്ക്വയറിന്റെ ഇന്നർ ആംഗിൾസിന്റെ സം എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രിയാണ്. അടുത്തെന്ന് പറഞ്ഞാൽ ഏതാ? പെന്റഗൺ, റെഗുലർ പെന്റഗൺ എന്ന് പറഞ്ഞാൽ 540 ഡിഗ്രി എന്നിങ്ങനെയാണ് പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം സം ഓഫ് ഇന്നർ ആംഗിൾസിന്റെ ശ്രേണി എഴുതാം, സീക്വൻസ് എഴുതാം. സം ഓഫ് ഇന്നർ ആംഗിൾസ്, അവിടെ x1 ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ട്രയാങ്കിളിന്റെ സം ഓഫ് ആംഗിൾസ് ആണ്, അത് 180 ഡിഗ്രിയാണ്. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞാൽ സ്ക്വയർ ആണ്. സ്ക്വയറിന്റെ സം ഓഫ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 360 ഡിഗ്രിയാണ്. നെക്സ്റ്റ് റെഗുലർ പെന്റഗൺ ആണ്, അതിന്റെ സം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 540 ഡിഗ്രി. അടുത്തെന്ന് പറഞ്ഞാൽ റെഗുലർ ഹെക്സഗൺ, അതിന്റെ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 720 ഡിഗ്രി. ഇങ്ങനെയായിരിക്കും പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമ്മൾ ഓൾജിബ്രായിക് ഫോം എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് x എന്നാണ് അല്ലെ. അപ്പൊ നമുക്ക് ഇത് നമ്മൾ എന്താ റിലേഷൻ? x1 = 180, x2 = 360. അതെന്ന് പറയുന്നത് 2 × 180 ആണ്. ഓക്കെ, നെക്സ്റ്റ് x3 എന്ന് പറഞ്ഞാൽ 540, അതെന്ന് പറഞ്ഞാൽ 3 × 180. അടുത്തത് 4 × 180 ആൻഡ് ഫസ്റ്റ് വൺ ഈസ് 1 × 180. ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് xn കണ്ടുപിടിക്കാമല്ലോ. ഒരിക്കൽ 1 ആണെങ്കിൽ 1 × 180, x2 is 2 × 180. സോ xn വരുമ്പോൾ എന്ത് വരും? n × 180, ദാറ്റ് ഈസ് 180 n എന്നായിരിക്കും വരും. അപ്പോ നമ്മുടെ സം ഓഫ് ഇന്നർ ആംഗിൾ, റെഗുലർ പോളിഗൺസിന്റെ അല്ലെങ്കിൽ ജ്യാമിതീയ രൂപങ്ങളുടെ ഇന്നർ ആംഗിൾസിന്റെ സം എന്ന് പറഞ്ഞാൽ അതിന്റെ ഓൾജിബ്രായിക് ഫോം എന്ന് പറയുമ്പോൾ 180 n എന്നായിരിക്കും വരും. ഓക്കെ, അടുത്ത നമ്മൾ എഴുതാൻ പോകുന്നത് സം ഓഫ് ഔട്ടർ ആംഗിൾസ്, സം ഓഫ് ഔട്ടർ ആംഗിൾസ് അല്ലെങ്കിൽ പുറംകോണുകളുടെ തുക. സം ഓഫ് ഔട്ടർ ആംഗിൾസ് അല്ലെങ്കിൽ പുറംകോണുകളുടെ തുക. ഓക്കെ, പുറംകോണുകളുടെ തുക എടുക്കുമ്പോൾ അത് ഏത് റെഗുലർ പോളിഗൺ ആയാലും അല്ലെങ്കിൽ ഇപ്പൊ ഇക്വലാറ്ററൽ ട്രയാങ്കിളോ സ്ക്വയറോ പെന്റഗണോ അല്ലെങ്കിൽ ഏത് റെഗുലർ പോളിഗൺ ആയാലും ഔട്ടർ ആംഗിൾ സം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓൾവേസ് 360 ഡിഗ്രി. ഇപ്പോൾ എത്രയാണ്? 360 ഡിഗ്രിയാണ്. അപ്പൊ ഇവിടുത്തെ ഫസ്റ്റ് ടേം അതായത് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോഴും അവിടെ എത്ര ഡിഗ്രിയാണ്? 360 ഡിഗ്രിയാണ്. അടുത്ത സ്ക്വയർ കൺസിഡർ ചെയ്യുമ്പോഴും അവിടെ 360 ഡിഗ്രിയാണ്. നമ്മുടെ പെന്റഗൺ കൺസിഡർ ചെയ്യുമ്പോഴും 360 ഡിഗ്രിയാണ്. സോ ഏതൊരു പോളിഗൺ എടുത്താലും സം ഓഫ് ഔട്ടർ ആംഗിൾ എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രിയാണ്. സോ ഇതിന്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എഴുതുമ്പോൾ നമുക്ക് എന്തെഴുതാം? x is equal to 360 ഡിഗ്രി. അത്രേ ഉള്ളൂ അല്ലെ. കാരണം ഏത് റെഗുലർ പോളിഗണിന്റെയും ഔട്ടർ ആംഗിൾ സം 360 ആയതുകൊണ്ട് ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം തേർഡ് ടേം ഏതെടുത്താലും 360 വരുള്ളൂ. സോ അതിന്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 360 ഡിഗ്രി. ഓക്കെ, അപ്പൊ നമ്മൾ സം ഓഫ് ഇന്നർ ആംഗിൾസും സം ഓഫ് ഔട്ടർ ആംഗിൾസും നോക്കി. ഇനി നോക്കാനായിട്ട് 1 ഇന്നർ ആംഗിൾ, 1 ഇന്നർ ആംഗിൾ ആണ്. 1 ഇന്നർ ആംഗിൾ. ഓക്കെ, അതായത് നമ്മുടെ റെഗുലർ പോളിഗൺസിന്റെ 1 ഇന്നർ ആംഗിൾ, ഒരു അകക്കോണിന്റെ അളവിന്റെ ശ്രേണി എഴുതുക, അതിന്റെ ഓൾജിബ്രായിക് ഫോം കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ നമുക്കറിയാം ആദ്യം നമ്മൾ കണ്ടുപിടിച്ചത് നേരത്തെ തൊട്ട് മുന്നേ കണ്ടുപിടിച്ചായിരുന്നു സം ഓഫ് ഇന്നർ ആംഗിൾസ് അല്ലെ. ട്രയാങ്കിൾ ആകുമ്പോൾ
x1 എന്ന് പറഞ്ഞാൽ ടോട്ടൽ സം ഓഫ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ 180. സോ 180 ഡിവൈഡ് ബൈ എത്ര സൈഡ്സ് ആണുള്ളത്? 3. അപ്പോൾ 180 ഡിവൈഡ് ബൈ 3 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അടുത്ത നോക്കിക്കേ, x2 എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ക്വയർ അല്ലെങ്കിൽ സമചതുരമാണ്. സമചതുരത്തിന്റെ ടോട്ടൽ സം ഓഫ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ 360 ആണ്. സോ 360 ഡിവൈഡ് ബൈ അവിടെ നമ്പർ ഓഫ് സൈഡ്സ് എന്ന് പറഞ്ഞാൽ 4 ആണ്. 360 ഡിവൈഡ് ബൈ എന്ന് എഴുതാം 4 എന്ന് എഴുതാം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ x3 എന്ന് പറഞ്ഞാൽ റെഗുലർ പെന്റഗൺ അല്ലെങ്കിൽ സമ പഞ്ചഭുജമാണ്. അവിടെ കോണുകളുടെ തുക എന്ന് പറഞ്ഞാൽ എത്രയാണ്? 540 ആണ്. വശങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 5 ആണ്. ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. ഇവിടെ നമുക്ക് കിട്ടുന്നത് 60 ഡിഗ്രി, then 90 ഡിഗ്രി ആൻഡ് 108 ഡിഗ്രി, ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. അപ്പൊ ഇത് നമുക്കൊരു കോമൺ റിലേഷൻ കണ്ടുപിടിക്കണം. എങ്ങനെ ഓൾജിബ്രായിക് ഫോം എഴുതാൻ പറ്റുള്ളൂ. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? xn ആണല്ലേ. ഓക്കെ, നോക്കിക്കേ, ശ്രദ്ധിക്കുക, ഇത് നമുക്ക് ഓൾറെഡി ഉണ്ടല്ലേ. എന്താ? 1 into 180 ഡിവൈഡഡ് ബൈ, നമുക്ക് ഇവിടെ 3 ആണുള്ളത്. പക്ഷെ 1 ആണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു എഴുതാൻ. ഇവിടെ നോക്കി, ഈ 1 ഉം 3 ഉം ഉണ്ടെങ്കിൽ നമുക്ക് 1 + 2 എന്ന് എഴുതാം. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എഴുതിക്കുന്നത് 360 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 into 180 ആണ് ഡിവൈഡഡ് ബൈ, ഇവിടെ എന്താ വരുന്നത്? 4 ആണ് വരുമ്പോൾ 2 + 2 അല്ലെ. 2 + 2 ആണ് എന്താ കിട്ടിയത്? 4 എന്ന് കിട്ടുക. സോ അടുത്തത് എഴുതാം. 540 എന്ന് പറയുമ്പോൾ 3 into 180 ആണ് ഡിവൈഡഡ് ബൈ എന്താ വരുന്നത്? 5 ആകുമ്പോൾ 3 + 2 എന്നായിരിക്കും അല്ലെ. സോ എന്താണ് വരുന്നതെങ്കിൽ എന്ത് വരും? x2 ആയപ്പോൾ 2 into 180 ഡിവൈഡ് ബൈ 2 + 2. x3 ആകുമ്പോൾ 3 into 180 ഡിവൈഡ് ബൈ 3 + 2. അതാണെങ്കിൽ xn ആകുമ്പോൾ n into 180 ഡിവൈഡഡ് ബൈ n + 2 എന്ന് വരും അല്ലെ. അപ്പൊ 180 into n നമുക്ക് എങ്ങനെ എഴുതാം? 180 n എന്ന് എഴുതാം ഡിവൈഡഡ് ബൈ n + 2 എന്ന് എഴുതാം. ഓക്കെ, ഒന്നുകൂടെ പറയാം. 1 ഇന്നർ ആംഗിൾ ആണ് പറയുന്നതെങ്കിൽ നമുക്കറിയാം ഒരു ഇന്നർ ആംഗിൾ കണ്ടുപിടിക്കാൻ ടോട്ടൽ സം ഓഫ് ആംഗിൾസിനെ നമ്പർ ഓഫ് സൈഡ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ആംഗിൾസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയാവും. സോ നമുക്ക് ട്രയാംഗിളിന്റെ കേസ് ആണെങ്കിൽ അത് 180 ആണ്. 180 ഡിവൈഡ് ബൈ 3 ചെയ്യാം. സ്ക്വയർ ആകുമ്പോൾ 360 ഡിവൈഡ് ബൈ 4 ചെയ്യാം. ആൻഡ് x3 എന്ന് പറയുമ്പോൾ 540 ഡിവൈഡ് ബൈ 5 ചെയ്യാം. ഇത് ഓൾറെഡി ഈ സം ഓഫ് ആംഗിൾസ് നമ്മൾ 180 എന്നത് ഓൾറെഡി നമ്മൾ നേരത്തെ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ താഴെ വരുന്നത് എന്താണ്? x1 ആയപ്പോൾ 3 ആണ്. ഇത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 + 2 എന്ന് എഴുതുക. x2 ആകുമ്പോൾ 4 ആണ്. 2 + 2 ആണ് 4 എന്ന് പറയുന്നത്. അടുത്ത 3 + 2 ആണ് 5. സോ n ആകുമ്പോൾ എന്താവും? n + 2. സോ 1 ഇന്നർ ആംഗിളിന്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ 180 n ഡിവൈഡഡ് ബൈ n + 2 എന്നായിരിക്കും കിട്ടുക. ഓക്കെ, അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് 1 ഔട്ടർ ആംഗിൾ ആണ്, അല്ലെങ്കിൽ ഒരു പുറം കോൺ അല്ലെ. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു ത്രികോണത്തിന്റെ കേസിലായാലും സ്ക്വയറിന്റെ ആയാലും ഏതിന്റെ കേസിലായാലും ടോട്ടൽ സം ഓഫ് ഔട്ടർ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി തന്നെയാണ്? 360 ഡിഗ്രി തന്നെയാണ്. സോ അതിൽ നിന്ന് 1 ഔട്ടർ ആംഗിൾ കണ്ടുപിടിക്കാൻ അതിന്റെ സമയം 360യെ എത്ര കൊണ്ട് നമ്പർ ഓഫ് സൈഡ്സ് കൊണ്ട് എന്ത് ചെയ്താൽ മതിയാവും? ഡിവൈഡ് ചെയ്താൽ മതിയാവും. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ കേസ് ട്രയാംഗിൾ എടുക്കുമ്പോൾ സം ഓഫ് ഔട്ടർ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി ഡിവൈഡഡ് ബൈ എത്ര സൈഡ്സ് ആണുള്ളത്? 3 സൈഡ്സ്. 360 ഡിവൈഡഡ് ബൈ 3. നെക്സ്റ്റ് x2 എടുക്കുമ്പോൾ അല്ലെ, x2 എന്ന് പറയുമ്പോൾ സ്ക്വയർ ആണ്. സം ഓഫ് ഔട്ടർ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ്? 360 തന്നെയാണ്. സൈഡ്സ് എന്ന് പറഞ്ഞാൽ 4 ആണ്. 360 ഡിവൈഡ് ബൈ 4. അടുത്തത് x3 എന്ന് പറഞ്ഞാൽ 360 ഡിവൈഡ് ബൈ എത്രയായിരിക്കും വരിക? 5 ആയിരിക്കും വരിക. ഓക്കെ, ഇതെന്ന് പറയുമ്പോൾ 360 ഡിവൈഡ് ബൈ 3 എന്ന് പറയുമ്പോൾ എത്ര ഡിഗ്രി? 120 ഡിഗ്രി ആയിരിക്കും വരിക. ഇതെന്ന് പറഞ്ഞാൽ എന്താ? 90 ഡിഗ്രി ആയിരിക്കും വരിക. എന്ന് പറഞ്ഞാൽ 72 ഡിഗ്രി ആയിരിക്കും വരിക. ഇങ്ങനെയാണ് പറഞ്ഞ് അടുത്ത ഹെക്സഗൺ എഴുതാൻ ഇങ്ങനെ കൊണ്ടേയിരിക്കുന്നു. സോ നമുക്ക് ഇനി എഴുതാം. എന്താ? നമുക്ക് എന്താ എഴുതാം? എക്സൽ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എഴുതാം അല്ലെ. എന്താ? ന്യൂമറേറ്റർ എല്ലാ കേസിലും എന്ത് തന്നെയാണ്? 360 തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് ഡിനോമിനേറ്റർ എഴുതാൻ വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞ അതേ റിലേഷൻ 3ലേക്ക് എത്താൻ 1 എത്ര ആഡ് ചെയ്താൽ മതി? 2 അല്ലെ. 360 ഡിവൈഡഡ് ബൈ എന്താ? 1 + 2 ആണ്. അടുത്ത എന്താ? 360 ഡിവൈഡഡ് ബൈ 2 + 2 ആണ്. നെക്സ്റ്റ് 360 ഡിവൈഡഡ് ബൈ 3 + 2. സോ അപ്പൊ n ആവുമ്പോൾ എന്ത് വരും? 360 ഡിവൈഡഡ് ബൈ n + 360 ഡിവൈഡഡ് ബൈ n + 2. അപ്പോൾ സം ഓഫ് ഔട്ടർ ആംഗിൾ, സോറി 1 ഔട്ടർ ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ മതി? സം ഓഫ് ഔട്ടർ ആംഗിൾസിനെ അതിന്റെ നമ്പർ ഓഫ് സൈഡ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയായിരിക്കും. സോ നമ്മൾ അത് വെച്ചിട്ട് എന്ത് ചെയ്തു? x = 360 ഡിവൈഡ് ബൈ n + 2. ഓക്കെ, അപ്പൊ ഈ ഒരു സെക്ഷനിലെ പേജ് നമ്പർ 15 ഫസ്റ്റ് ക്വസ്റ്റ്യനും സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോ ചെയ്തത്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, അത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഈ പ്രോബ്ലംസ് എല്ലാം കൃത്യമായിട്ട് ചെയ്യുക, എഴുതി പഠിക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക്